ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു അടിപൊളി സ്ട്രൈറ്റ് പാൻറ്റാണ് തയ്ക്കുന്നത് കേട്ടോ. ഇതാണ് പാൻറ്റിൻ്റെ ബിറ്റ്. സാധാരണ നമ്മൾ സാധാ പാൻറ്റുകളൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ നാലാക്കി മടക്കിയിട്ടാണ് ചെയ്യാറ്. ഇത് സ്ട്രൈറ്റ് പാൻറ്റ് ആകുമ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും തനിത്തനിയായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ആദ്യം നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുക. ലെങ്ത്ത് ഇപ്പോൾ എനിക്ക് 37 ഇഞ്ചാണ് വേണ്ടത്. അടിയിൽ മടക്കി കൊടുക്കാനായിട്ട് ഇതിൽ തുണിയില്ല, അതുകൊണ്ട് ഞാൻ ഒരു 1.5 ഇഞ്ച് തുണിയെടുത്ത് അടിയിൽ മടക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തുണി കറക്റ്റായിട്ടുണ്ടെങ്കിൽ 1.5 ഇഞ്ച് മേലോട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് എക്സാക്റ്റ് അളവ് 37 ഇഞ്ച് കറക്റ്റായിട്ടുള്ളൂ. 2 കാലിനും കൂടി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അതേപോലെ നമ്മൾ ഹിപ്പിൻ്റെ അളവെടുക്കുക. ഹിപ്പിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ ഒരു 36 ഇഞ്ചാണ് ഇപ്പോൾ എനിക്ക് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ 4/1 ഭാഗം എടുക്കുക കേട്ടോ. എന്നിട്ട് 9 + 2 ലൂസ് വരാനായിട്ട് ഒരു 2 കൂടി ഇഞ്ച് ചേർക്കുക. അങ്ങനെ 11 ഞാൻ മേൽഭാഗത്തും മാർക്ക് കൊടുക്കുന്നുണ്ട്. ക്രോച്ച് ലെങ്ത്തിനും കറക്റ്റായിട്ട് ഞാൻ താഴോട്ടും 11 മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ 2 ഇഞ്ച് ഇങ്ങോട്ട് തള്ളിയിട്ട് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കേവ് ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കേവ് ലൈന് വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അവിടെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വര കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പാതി ഭാഗം നമ്മൾ മാർക്ക് കൊടുക്കുകയോ ചെയ്യാം. ഇതുപോലെ ഒന്ന് വരച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അളവെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ ക്രോച്ച് ലെങ്ത്ത് കൂടി വരച്ചിട്ടുണ്ടല്ലോ 2 ഇഞ്ചോളം, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ താഴെ ഉണ്ടല്ലോ, താഴെ അതേപോലെ നമ്മളിപ്പോൾ 6.5 എടുത്തിരിക്കുന്നത്, ആ 6.5 ഇവിടെ മാർക്ക് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കാലിൻ്റെ ചുറ്റളവ് എത്ര വേണമെന്ന് നോക്കുക. ഞാനിപ്പോൾ 3 ഇഞ്ചാണ്, ഇപ്പുറത്തേക്ക് 3 ഇപ്പുറത്തേക്ക് 3, 6 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലേക്ക് 3 മാർക്ക് കൊടുക്കുക. നിങ്ങൾ കുറച്ചുകൂടെ ലൂസ് വേണമെങ്കിൽ 4 ഇഞ്ചായിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇതിപ്പോൾ 1/2 ഇഞ്ചോളം ഞാൻ സ്റ്റിച്ചിങ് അലവൻസും കൂടി ചേർത്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വെച്ചാൽ കുറച്ച് ലൂസ് വേണമെങ്കിൽ കുറച്ച് ലൂസ് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രൈറ്റ് അല്ലാണ്ട് ഒരു കേവ് ലൈന് വരുന്ന വിധത്തിൽ വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പിറ്റ് കേട്ടോ. ഫ്രണ്ട് നമ്മുടെ ഇതിൻ്റെ പാൻറ്റിൻ്റെ ഫ്രണ്ടാണ് ഇങ്ങനെ വരുന്നത്. ബാക്കിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഹിപ്പിന് നമ്മൾ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് 2 ഇഞ്ച് നമ്മൾ മേലോട്ട് കൊടുക്കണം. അതിന് ഞാൻ എക്സ്ട്രാ ഒരു ചെറിയ ബിറ്റ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എക്സാക്റ്റ് അളവ് മാത്രമേ ഉള്ളൂ ഈ പാൻറ്റിൽ. അതുകൊണ്ട് കുറച്ച് ഹൈറ്റുള്ള ആളായതുകൊണ്ട് നമുക്ക് സ്ട്രൈറ്റ് പാൻറ്റ് തയ്ക്കുമ്പോൾ ഹിപ്പിൽ എലാസ്റ്റിക്കിനും കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാലിൻ്റെ അടിയിലും 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒരു ചെറിയ ബിറ്റ് കട്ടിങ്സ് ആയിട്ട് കൊടുക്കാൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഹിപ്പ് സൈസ് എത്രയാണ് വെച്ചാൽ ഹിപ്പ് സൈസിൻ്റെ 4/1 ഭാഗം എടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് ലൂസ് പ്ലസ്, ഇപ്പോൾ 36 ഇഞ്ച് ഉള്ള ഒരാൾക്കാണെങ്കിൽ 9 മാർക്ക് ചെയ്യുക, + 2 ഇഞ്ച് സീം അലവൻസ്, അങ്ങനെ 11 എടുക്കുക. 11 മേലെയും താഴെയും, പിന്നെ 2 ഇഞ്ച് നമ്മൾ കേവ് ലൈനും കൂടിയിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് പീസാണ് കേട്ടോ. ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ഈ ഫ്രണ്ട് പീസിനെടുത്ത് വെക്കുക. ഇതുണ്ട്, ഇപ്പോൾ എക്സാക്റ്റ് അളവാണ്. അപ്പോൾ നമുക്ക് കാലിൻ്റെ അടിയും മേൽവശത്തേക്ക് ഒരു ബിറ്റും വെക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ ഒരു 2 ഇഞ്ച് മേലോട്ട് വെക്കണം കേട്ടോ. ഓപ്പൺ സൈഡ് നമുക്ക് അഭിമുഖമായിട്ട് വെക്കണം കേട്ടോ പാൻറ്റിൻ്റെ. ഇതുപോലെ 2 കട്ടിങ് എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ 2 കാലിൽ 4 പീസ് ഉണ്ടല്ലോ, 4 പീസിൻ്റെ അടിയിലേക്ക് കൊടുക്കണത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പാൻറ്റിൻ്റെ ബാക്ക് വശം ഒരു 1.5 ഇഞ്ചോളം നമ്മൾ തൂക്കി നിൽക്കണം. അതിനാണ് നമ്മൾ എക്സ്ട്രാ ഒരു ബിറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതായത് ഫ്രണ്ട് ബിറ്റിനേക്കാളും ഒരു 2 ഇഞ്ച് മേൽവശം, ബാക്ക് പീസിൻ്റെ മേൽവശം ഹൈറ്റായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് 2 ഇഞ്ച് താഴോട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ 2 ഇഞ്ച് കൂട്ടണം. ക്രോച്ച് ലെങ്ത്ത് ഫ്രണ്ട് ലെങ്ത്തിനേക്കാളും ഒരു 2 ഇഞ്ച് കൂട്ടുക. ഈ ഭാഗം മാത്രം നമ്മൾ 2 ഇഞ്ച് കൂട്ടുക.
ലൂസ് ബാക്ക് ലൂസും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ, കംഫർട്ടായിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു കേവ് ലൈന് നമ്മൾ വരച്ചു കൊടുക്കുക. അതായത് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസ് 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം. വേറെ ഒന്നുമില്ല കേട്ടോ, 2 ഇഞ്ച് മാത്രം കട്ട് ചെയ്ത് എടുത്താൽ മതി. തടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ ക്രോച്ച് ലെങ്ത്ത് 3 ഇഞ്ചായിട്ട് എടുക്കുക. ഒരു സൈഡ് മാത്രം നമ്മൾ മാർക്ക് വ്യത്യാസമുള്ളൂ, മറ്റേ സൈഡ് നമുക്ക് വ്യത്യാസമില്ല. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഈ സൈഡ് മാത്രം നമുക്ക് 2 ഇഞ്ച് കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് ഒരു കോണ് പോലെ ഒന്ന് മേലോട്ട് വരച്ചു കൊടുക്കുക. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പാൻറ്റ് ഹിപ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങി വരില്ല. അതിനാണ് മേൽഭാഗം കുറച്ച് തൂങ്ങി നിൽക്കുന്നത് കേട്ടോ. ഈ ഭാഗത്ത് ഒന്നും ചെയ്യരുത്, ഇതുപോലെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. കാലിൻ്റെ അടിവശത്ത് ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് ഞാൻ. നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചിട്ട് കുറച്ചുകൂടെ സ്റ്റിഫായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ബിറ്റ് ഇതിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. നമ്മൾ ഹൈറ്റുള്ള ആൾക്കാർക്ക് ആകുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം, അല്ലാതെ വേണ്ട, ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് മറിച്ച് അതിൻ്റെ ഓരത്തൂടെ ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് കളറായിട്ടുള്ള നമ്മളിപ്പോൾ ടോപ്പിനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവുമല്ലോ, ആ ടോപ്പിൻ്റെ ബിറ്റുകളൊക്കെ എടുത്തിട്ട് നമുക്ക് കാലിലോ അല്ലെങ്കിൽ സൈഡിലോ ഓപ്പൺ സൈഡൊക്കെ വരുമല്ലോ, അതിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് വെച്ച് കൊടുക്കുമ്പോൾ പാൻറ്റിന് കുറച്ചുകൂടെ അട്രാക്ഷൻ കിട്ടും. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കണ്ടോ, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഞാൻ പിങ്ക് കളറാണ് ടോപ്പിന് ഞാൻ ആ കളർ തന്നെ ലൈറ്റായിട്ട് വെറുതെ ഒന്ന് നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് ഒരു ഓപ്പണും കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഒരു ഇഞ്ച് തുണീനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡബിളായി മടക്കിയിട്ട് ലൈറ്റായിട്ട് പിങ്ക് ലൈൻ കൊടുക്കണ മാതിരി കൊടുത്താൽ മതി. ത്രെഡ് പൈപ്പിംഗ് ഒന്നും ത്രെഡ് പൈപ്പ് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ 4 കാലിൻ്റെയും അടിവശം നമ്മളതുപോലെ ചെയ്തെടുക്കുക. ഒരു കാലിന് 2 ബിറ്റായിട്ടാണ് വരുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 4 കാലിൻ്റെ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ മറ്റേ സാധാരണ പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ സൈഡ് ഓപ്പൺ വരാറില്ല, കട്ട് ചെയ്തിട്ട് മാറ്റാറില്ല. ഇതിലിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, 2 കാല് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും തനിയെ അടിച്ചെടുക്കുക കേട്ടോ. ക്രോച്ച് ലെങ്ത്ത് ആദ്യം അടിക്കുക, എന്നിട്ട് സെൻറ്റർ അടിക്കുക, എന്നിട്ട് സൈഡ് അടിക്കുക.
കാലിൻ്റെ അടിവശത്ത് വെക്കാനായിട്ട് ഇതുപോലെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒരു തെർമോക്കോളിൻ്റെ ബോൾ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ കട്ടിംഗ് പീസ് ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താലും മതിയാവും കേട്ടോ. ഞാനൊരു 2.5 ഇഞ്ചോളമാണ് ഓപ്പൺ കൊടുക്കുന്നത് കേട്ടോ. ഓപ്പൺ കൊടുത്ത് മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ബോൾ കൊടുക്കേണ്ടത് കേട്ടോ. ഔട്ട് സൈഡിലേക്ക് വരുന്ന പോലെ ഇൻസൈഡിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് കൊടുക്കുക. ഒരു 5 വീതം 2 കാലിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിന് നമ്മുടെ ഫുട്ടർ മാറ്റിയിട്ട് സിംഗിൾ ഫുട്ടറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, വൃത്തിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ മേൽവശത്തൂടെയൊക്കെ അടിച്ച് വൃത്തികേടായിട്ട് വരും. ബോളിന് ഉള്ളിലേക്ക് കൊടുക്കുക, എന്നിട്ട് അവിടെ സൂചി നിർത്തിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ. ആ ഭാഗം നമ്മുടെ സ്ലിറ്റൊക്കെ അടിക്കണ അതേപോലെ ആണ് അടിക്കേണ്ടത് കേട്ടോ. നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ സ്ലിറ്റ് അടിക്കുമല്ലോ സൈഡ്, ആ ഓപ്പൺ വരുന്നത് പോലെ തന്നെയാണ് ഇതിൽ പാൻറ്റിൽ അടിക്കേണ്ടത് കേട്ടോ. അടിച്ചു കഴിഞ്ഞിട്ട് അടിവശം ഇങ്ങനെ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ എത്ര നമ്മൾ വിട്ടിരിക്കുന്നത് വെച്ചാൽ അതുപോലെ മടക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കുക. സിംഗിൾ ഫുട്ടറാണ് നമുക്ക് ത്രെഡ് പൈപ്പിംഗ് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ടുള്ളത്. അതിൽ ലെഫ്റ്റ് റൈറ്റ് 2 സൈഡായിട്ട് കിട്ടും, അതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. വേണ്ട, ഇതുപോലെ കിട്ടും. 2 കാലം അതുപോലെ സ്റ്റിച്ച് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഓപ്പൺ സൈഡിന് ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ചോളം ഉള്ളിലേക്ക് 2 മടക്കായിട്ട് കൊടുത്തിട്ട് റൗണ്ടായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് നമുക്ക് നമ്മുടെ സാധാരണ ഫുട്ടർ തന്നെ ഉപയോഗിക്കാം. സിംഗിൾ ഫുട്ടർ ഡിസ്റ്റർബ് ആണെങ്കിൽ ഇതുപോലെ അഴിച്ചെടുത്തിട്ട് മറ്റേ ഫുട്ടർ തന്നെ മാറ്റാം കേട്ടോ. ഇനി ബാക്കി ഇടുപ്പിൻ്റെ അവിടെ ഉണ്ടല്ലോ എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വെക്കുന്ന അവിടെ ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. അല്ലെങ്കിൽ എലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ എത്ര സ്പേസ് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എലാസ്റ്റിക്കാണെന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അതുപോലെ അടിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്ഥലം നമ്മൾ നോക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഹിപ്പിന് ഞാൻ എടുത്തിരിക്കുന്നത് 26 ഇഞ്ച് പ്ലസ് 1 ഇങ്ങനെ ടൈറ്റ് ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ക്ലോസ് ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലെ അടിച്ചിട്ട് ഹിപ്പിൻ്റെ 2 ടൈപ്പിലായിട്ട് നമുക്ക് ചെയ്യാം. ഒന്നിൽ ചുറ്റുവട്ടം അടിച്ചതിന് ശേഷം ഉള്ളിലൂടെ സേഫ്റ്റി പിന്ന് കൊടുത്തിട്ട് നമ്മൾ ചുറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് മേൽവശത്തേക്ക് വെച്ചിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ട് ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ. അപ്പം ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ 2 സൈഡും വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഹോളുണ്ടല്ലോ, ഹോള് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും 1-2 സ്റ്റിച്ച് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം മേൽവശത്തൂടെ ഒന്നുകൂടെ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഒരു സ്റ്റിച്ച് അല്ലെങ്കിൽ 2 സ്റ്റിച്ച് അടിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ സ്ട്രൈറ്റായിട്ട് പിടിക്കണം. ചുരുങ്ങിയ വശം സ്ട്രൈറ്റായിട്ട് പിടിച്ചാലാണ് അത് നിവർന്ന് വരുള്ളൂ. കണ്ടോ, ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് അടിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താണ് മേൽവശം തൂങ്ങി നിൽക്കുന്നത് കണ്ടോ, നമ്മൾ 2 ഇഞ്ച് മേൽവശത്തേക്ക് കൊടുത്തത് കൊണ്ടാണ് ഹിപ്പിൻ്റെ അവിടെ പാൻറ്റിൻ്റെ ഭാഗം കയറി നിൽക്കുന്നത്. ആ കയറി നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇടുപ്പ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബിറ്റ് അതിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് പാൻറ്റ് ഇടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മാറാതിരിക്കാനാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.